നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ നിന്നും 5 വിഷപ്പാമ്പുകളെ കണ്ടെത്തിയത് പരിഭ്രാന്തി പരത്തി. അതീവ വിഷമുള്ള വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പുകളെയാണ് വീടിലെ വിവിധ മുറികളിൽ നിന്നായി പിടികൂടിയത്. കുട്ടികളുടെ കിടക്കയിൽ നിന്നാണ് ആദ്യം പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് പരിശോധനയിലാണ് വീട്ടിൽ നിന്നും 5 വെള്ളിക്കെട്ടന്മാരെ പിടികൂടിയത്. കുറ്റ്യാടി മീത്തലെ കാപ്പുമൽ രമേശിന്റെ വീട്ടിലാണ് ഈ നടുക്കുന്ന സംഭവം. കുട്ടികൾ കിടന്നുറങ്ങിയിരുന്ന കിടക്കയിലാണ് ആദ്യം പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വീട്ടുകാർ കുട്ടികളെ മാറ്റിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. തുടർന്ന് വീട്ടിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് മറ്റു മുറികളിലും പാമ്പുകൾ ഒളിച്ചിരിക്കുന്നത് കണ്ടെത്തിയത്. ചുവരിലെ വിള്ളലുകൾ വഴിയോ വാതിലിനടിയിലൂടെയോ ആകാം പാമ്പുകൾ അകത്ത് കടന്നത് എന്നാണ് നിഗമനം. പിടികൂടിയ 5 പാമ്പുകളെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാനുള്ള നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് പാമ്പുകടിയേൽക്കുന്നവരുടെയും എണ്ണം വർദ്ധിക്കുന്നു. ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തത് 23 പാമ്പുകടിയേറ്റ കേസുകൾ ആണ് റിപ്പോർട്ട് ചെയ്തത്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. പാമ്പുകടിയേറ്റതായി സംശയിക്കുന്നത് 9 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 108 ആംബുലൻസ് സർവീസ് വഴിയുള്ള കണക്കാണ് ഇത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ പാമ്പുകടി കേസുകൾ ഉള്ള കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം എന്നിവിടങ്ങളിൽ 4 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കൊല്ലത്ത് 3ഉം പത്തനംതിട്ടയിൽ 2ഉം എറണാകുളത്തും പാലക്കാടും ഓരോ കേസുകൾ വീതവും റിപ്പോർട്ട് ചെയ്തു. പാമ്പുകടി ഏറ്റതായി സംശയിക്കുന്ന 9 കേസുകളാണ് ഉള്ളത്. കൊല്ലത്തും കോഴിക്കോടും 2ഉം, കണ്ണൂർ, മലപ്പുറം, കോട്ടയം, പാലക്കാട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഓരോ കേസ് വീതവും റിപ്പോർട്ട് ചെയ്തിരുന്നു. 8 ഇനം അണലികൾക്ക് ആന്റിവനം ഇല്ല എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പാമ്പുകടി ഏൽക്കുന്നവരുടെ എണ്ണം കൂടുന്ന കേരളത്തിൽ കാണപ്പെടുന്ന 8 ഇനം അണലികളുടെ വിഷയത്തിന്റെ ചികിത്സയ്ക്ക് ആന്റിവനം ഇനിയും വികസിപ്പിച്ചിട്ടില്ല. കടിയേറ്റാൽ ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുകയേ മാർഗമുള്ളൂ. കുഴിമണ്ഡലി, അതായത് ഈ പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന കുഴിമണ്ഡലി ഇനത്തിലുള്ളവയാണ് ഈ അണലികൾ. ഇവയിൽ ഈ മുഴമൂക്കൻ, കുഴിമണ്ഡലി എന്നിവയ്ക്കാണ് ഏറ്റവും അപകടകാരികളെന്ന് വ്യക്തമാണ്. കേരളത്തിൽ വനത്തിലും അതിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലുമാണ് ഇവയെ സാധാരണ കാണാറുള്ളത്. അപ്പോൾ ഇവ കടിച്ചാൽ മരണം ഏറെക്കുറെ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. സംസ്ഥാനത്ത് പാമ്പ് കടിച്ച് വിഷമേൽക്കുന്നതിൽ 4-ൽ 1 ഈ പറഞ്ഞ ഇനത്തിൽപ്പെട്ട പാമ്പുകളിൽ നിന്നാണ്. ഇത് കടിച്ചാൽ മരണസാധ്യത വളരെയേറെയാണ്. ആരോഗ്യ വന വകുപ്പുകളുടെ സംയുക്ത യോഗത്തിൽ കുഴിമണ്ഡലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾക്ക് ആന്റിവനം വികസിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. സംസ്ഥാന സർക്കാരിനും ഈ ശുപാർശ നൽകി. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. ആന്റിവനം നിർമ്മിക്കാൻ ആവശ്യമുള്ള പാമ്പിന് വിഷം കേരളത്തിൽ നിന്നുകൂടി ശേഖരിക്കണമെന്ന് കേന്ദ്ര മന്ത്രാലയത്തോടും ആവശ്യപ്പെട്ടിരുന്നു. അതും നടന്നില്ല. ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ നിന്നാണ് ഇപ്പോൾ വിഷം ശേഖരിക്കുന്നത്. മുഴമുക്കാൽ കുഴിമണ്ഡലിയുടെ ആന്റിവനം ഉൽപ്പാദിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്.